വയനാട് അമ്പലവയലിൽ വൻ ലഹരിവേട്ട 124 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി. കൽപ്പറ്റ മുണ്ടേരി സ്വദേശി വേണുഗോപാലിനെയാണ് അമ്പലവയൽ പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. അമ്പലവയലിൽ ഒരാഴ്ചക്കിടയിൽ നടക്കുന്ന 5ാമത്തെ ലഹരി കേസാണിത്. ഒരു KL 57U 3031 ഡൊമിനർ ബൈക്കിൽ ഒരു മയക്കുമരുന്നുമായിട്ടും MDMA ആയിട്ട് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നും ഒരു വണ്ടിയിൽ മയക്കുമരുന്ന് കൊണ്ടുവരുന്നുള്ള രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കോട്ടൂർ വെച്ചിട്ട് നമ്മുടെ പോലീസ് വാഹന പരിശോധന നടത്തി. ഈ വണ്ടി നമുക്ക് കിട്ടി. ഈ വണ്ടിയിലുണ്ടായിരുന്ന പ്രതി ഓടിപ്പോകാൻ ശ്രമിച്ചു. നമ്മളെ പോലീസ് അവനെ പിടിച്ചു. ജില്ലയിൽ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി പോലീസ് പരിശോധനകൾ ശക്തമാക്കി വരുന്നതിനിടയിലാണ് തോമാട്ടുചാൽ കോട്ടൂർ പാലത്തിന് സമീപത്ത് വെച്ച് MDMA-യുമായി വേണുഗോപാൽ പിടിയിലാവുന്നത്. പ്രതി കൽപ്പറ്റ മുണ്ടേരി സ്വദേശി വേണുഗോപാൽ നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണ്. സമീപകാലത്ത് വയനാട് ജില്ലയിൽ പിടികൂടുന്ന ഏറ്റവും വലിയ MDMA വേട്ടയാണിത്. 124.39 ഗ്രാം MDMA അവൻ്റെ കൈവശം കിട്ടി. ഇതിന് ഏകദേശം വില നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 6 ലക്ഷം രൂപേൻ്റെ മേലെ ഏകദേശം വരും. കൽപ്പറ്റ തന്നെ ഏകദേശം MDMA കടത്തിയതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 4ഓളം കേസ് ഇവൻ്റെ പേരിൽ ഇപ്പം നിലവിലുണ്ട്. പ്രതിക്ക് ലഹരിമരുന്ന് എവിടെ നിന്നാണ് ലഭിച്ചത്, ആരൊക്കെയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. വരും ദിവസങ്ങളിൽ പ്രദേശത്തെ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചും മറ്റും പരിശോധനകൾ കർശനമാക്കുമെന്ന് DYSP പറഞ്ഞു. ന്യൂസ് മലയാളം, വയനാട്.